എല്ലാവർക്കും ഫാത്തിമാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കറിനാരങ്ങ അല്ലെങ്കിൽ വടകപ്പുളി നാരങ്ങ അച്ചാറാണ്. ഇതുപോലെയുള്ള ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് ചിലർ കറിനാരങ്ങ എന്നും ചിലർ വടകപ്പുളി നാരങ്ങ എന്നും പറയാറുണ്ട്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. എണ്ണ 5 ടേബിൾ സ്പൂൺ, കടുക് ആവശ്യത്തിന്, കായപ്പൊടി 1 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ വീതം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 3 പച്ചമുളകും 3 വറ്റൽ മുളകും ആവശ്യത്തിന് കറിവേപ്പിലയുമാണ്. അപ്പോൾ നമുക്ക് നാരങ്ങ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള കുരു നമ്മൾ മാറ്റി കളയണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കുരു ഉണ്ടെങ്കിൽ നമ്മളുടെ അച്ചാറിന് കയ്പ്പ് കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മൾ കുരു എല്ലാം മാറ്റി ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ കറിനാരങ്ങ ഇതുപോലെ കുരുവെല്ലാം നീക്കം ചെയ്ത് കട്ട് ചെയ്ത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തു. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാൻ അടപ്പത്ത് വെക്കണം അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന നല്ലെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന 3 വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് 3 എണ്ണം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റണം. ഇതുപോലെ ആ പച്ചമുളകിൻ്റെ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ആ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ആ പച്ചമണം ഒന്ന് മാറി വരണം ഇഞ്ചിയുടെ. അതുവരെ നമ്മൾ നന്നായി ഒന്ന് ഇതുപോലെ വഴറ്റണം. അപ്പോൾ നമ്മൾ ഇഞ്ചി ഇട്ട് ഇതുപോലെ പച്ചമണം മാറുന്നത് വരെ നന്നായി. അപ്പോൾ നമ്മളുടെ ഇഞ്ചി ഏകദേശം പച്ചമണം എല്ലാം മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പച്ച ഉലുവ തന്നെ പൊടിച്ചെടുത്തതാണ്. പച്ച ഉലുവ ഇട്ട് കൊടുക്കുന്നതാണ്, പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ എണ്ണയിലിട്ട് നമുക്ക് ഇതിൻ്റെ വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കായപ്പൊടി 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ വീതം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവരും സാധാരണ അച്ചാർ പൊടിയൊക്കെ വാങ്ങിയിട്ടാണ് അച്ചാർ തയ്യാറാക്കാറ്. ഇതിപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കറിനാരങ്ങ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
കറിനാരങ്ങയില വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ എല്ലാവരും അച്ചാർ പൊടിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടൊക്കെയാണ് അച്ചാറിടാറ്. ഇതിപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മുടെ മുളക് പൊടി വെച്ചിട്ടാണ് അച്ചാർ ഇട്ടേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ അച്ചാറിൽ ഈ നാരങ്ങയിൽ തന്നെ വെള്ളത്തിൻ്റെ കണ്ടന്റ് ആവശ്യത്തിനുണ്ട്. അപ്പം നമ്മൾ ഇതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല. പിന്നെ എരിവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം കേട്ടോ. കാരണം ഇതിൽ നമുക്ക് പച്ചമുളകിന് പകരം നമുക്ക് കാന്താരിമുളക് യൂസ് ചെയ്യാം. കാന്താരിമുളകൊക്കെ ഉള്ള ഇപ്പം ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, കാന്താരിമുളക് ഇല്ലാത്തതുകൊണ്ട്. അപ്പം നമുക്ക് പിന്നെ മുളക് പൊടിയുടെ ഇതൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടോ കുറക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളുടെ പിക്കിൾ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ലാസ്റ്റ് ഞാനിതിൽ ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് വേറൊന്നുമല്ല, നമ്മളുടെ പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ പിക്കിളിന് ഒരു ചെറിയ കയ്പ്പ് രസം ഉണ്ടാവുമല്ലോ, ആ കയ്പ്പ് രസം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അത് നമ്മുടെ കയ്പ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അത് ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് ചേർത്ത് കൊടുത്തില്ല എന്നോർത്തും കുഴപ്പമില്ല. ഇപ്പോൾ ഈ പിക്കിളിൽ ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല. വിനാഗിരി ചേർത്ത് കൊടുക്കണമെന്നുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വിനാഗിരി സാധാരണ ചേർത്ത് കൊടുക്കുന്നത് അച്ചാർ കേടുകൂടാതെ കുറച്ചധികം നാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ ചിലർക്ക് വിനാഗിരി ഒഴിക്കണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. പണ്ടുള്ള അമ്മമാരൊക്കെ അച്ചാറിടുമ്പോൾ വിനാഗിരി ചേർത്ത് കൊടുക്കാറില്ല കൂടുതലും. അപ്പം ഞാനിപ്പോൾ പണ്ട് കാലത്തെ ഒരു അച്ചാറിൻ്റെ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഈ കറിനാരങ്ങ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിനാരങ്ങ അച്ചാർ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ അച്ചാർ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു കുപ്പിയിലാക്കി ഈ അച്ചാർ സൂക്ഷിക്കാം. ഇപ്പോൾ ഈ അച്ചാറിന് നല്ല ചൂടാണല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഈ അച്ചാർ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു ഭരണിയിലോ ചില്ലിൻ്റെ കുപ്പിയിലോ നന്നായിട്ട് കഴുകി തുടച്ചുണങ്ങിയ ചില്ലിൻ്റെ കുപ്പിയിലോ ഭരണിയിലോ ആക്കിയിട്ട് ഈ അച്ചാർ നമുക്ക് ഇട്ട് വയ്ക്കാം. പിന്നെ അപ്പോൾ നമ്മുടെ കറിനാരങ്ങ അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.